മോഹൻലാലാണ് ഏറ്റവും ബുദ്ധിമാൻ. എന്താ കാര്യം എന്നറിയാമോ? കൃത്യമായി ഒരു വിഷയം കത്തിപ്പടർന്ന് അതിന് വേറെ ഡയമെൻഷൻ വരുന്നതിന് മുമ്പ് ലാലേട്ടൻ ഖേദപ്രകടനം നടത്തി. ആ ഖേദപ്രകടനം പൃഥ്വിരാജ് ഷെയർ ചെയ്തു. പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും രാഷ്ട്രീയമായ വാക്പോളുകൾ ഇടുന്നു. പക്ഷെ ലാലേട്ടൻ ചെയ്തത് ഒരു ബുദ്ധിപരമായ കാര്യമാണ്. കാരണം ഇനി വരുന്ന പ്രശ്നങ്ങൾ എന്താണെന്ന് ഒരുപക്ഷെ നമുക്ക് പ്രവചിക്കാൻ പറ്റൂലായിരുന്നു. കാരണം ഭരണം ഇരിക്കുന്ന പാർട്ടിയാണ്. നല്ല രീതിയിൽ നമ്മുടെ കേരളത്തിൽ ഇപ്പോൾ വേരോടുന്നൊരു പാർട്ടിയാണ് ബിജെപി. എന്ത് തോന്നി അതിൻ്റെ അകത്ത്? അല്ല, ഇപ്പം അതിനകത്ത് ബേസിക് 2 കാര്യമുണ്ട്. ഒന്ന് എനിക്ക് മനസ്സിലായ കാര്യം എന്ന് പറഞ്ഞാൽ, ഒരു ക്രിയേറ്റിവിറ്റിക്കകത്ത് കൈ കടത്താൻ അവകാശം ഉണ്ടെങ്കിൽ അത് സെൻസർ ബോർഡിന് അവകാശമുണ്ട്. ആ അവകാശം ആദ്യമേ കൊടുത്ത സെൻസർ ബോർഡ് എന്തുകൊണ്ട് രണ്ടാമത് റീസെൻസറിങ്ങിന് സമ്മതിക്കുന്നു? രണ്ടാമത്തെ പോയിന്റ്. ഈ പറയുന്ന ഈ പറയുന്ന ഈ ക്യാരക്ടേഴ്സിൻ്റെ കാര്യത്തിൽ മലയാളികൾക്ക് ബോധമുള്ളതുപോലെ തന്നെ ഉള്ള ആളാണ് ഇത് എഴുതിയ ആൾ, മുരളി ഗോപി. പൃഥ്വിരാജും ബുദ്ധിമാനാണ്, മോഹൻലാലും ഈ പറഞ്ഞ എല്ലാവരും അവർക്കറിയാമല്ലോ ബേസിക് സാധനം. പക്ഷേ അവരുദ്ദേശിച്ചത് ഇതിനെ ഇത്രയും ഒരു വർഗീയത അല്ലെങ്കിൽ ഒരു പൊളിറ്റിക്സിലേക്ക് കൺവേർട്ട് ചെയ്യുമെന്ന് വിചാരിച്ച് കാണില്ലായിരിക്കും. വേറൊരു പോയിൻ്റും ഉണ്ട്, വേണമെങ്കിൽ ഇതൊരു ടാക്ടിക്സ് ആകാം, സ്ട്രാറ്റജി ആകാം, ഈ പറയുന്ന ഈ വിഷയങ്ങളെല്ലാം. ഇതിന് മുമ്പ് ഉണ്ടായിരുന്ന ഇപ്പോഴത്തെ ഒരു ലേറ്റസ്റ്റ് കണക്കനുസരിച്ച് 3 മില്യൺ ടിക്കറ്റ്സ് ഓൾറെഡി സോൾഡാണ്. ആഫ്റ്റർ ഈ വിഷയം കയറി കത്തിയതിന് ശേഷം ഭീകരമായ ഒരു ഇതുണ്ട്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം സുരേഷ് ഗോപി പറയുന്ന ഒരു പോയിന്റ് ഉണ്ട്, ചീപ്പ് ഡ്രാമയാണെന്ന് പറഞ്ഞിട്ട് അതിനുശേഷം അദ്ദേഹത്തിൻ്റെ പേര് താങ്ക്സ് കാർഡിൽ നിന്ന് കട്ട് ചെയ്ത് കളയുന്നു. സിനിമ എന്ന് പറയുന്നത് ഒരു വലിയ, അതും ഈ പറയുന്ന എമ്പുരാൻ എന്നതിന് വലിയ ബഡ്ജറ്റിൽ മലയാളത്തിൽ ഇതുവരെ ഉണ്ടാകാൻ സാധ്യതയുള്ള ഏറ്റവും വലിയ ബിഗ് ബഡ്ജറ്റ് പടമാണ്. ഇതിനകത്ത് എങ്ങനെ മാർക്കറ്റിംഗ് യൂസ് ചെയ്തുള്ള ടെക്നിക്സ് വേണമെങ്കിൽ പറയാം. അതായത് നമ്മൾ എമ്പുരാൻ സിനിമയിൽ എന്തോ ഇപ്പോൾ സിനിമ റദ്ദാകും, അല്ലെങ്കിൽ സിനിമ ഇനി പ്രദർശനം അനുമതി കിട്ടില്ല എന്നൊക്കെ നമ്മൾ വിചാരിച്ചു, എന്തോ വലിയ സംഭവമാണ് നടക്കുമെന്ന് വിചാരിച്ചു. പക്ഷെ കൃത്യമായിട്ട് ലാലേട്ടൻ ഖേദപ്രകടനം നടത്തി ശേഷം അത് ഇവർ തന്നെ പോയി സെൻസർ ബോർഡുമായി ബന്ധപ്പെട്ടു, സീൻസ് കട്ട് ചെയ്തു. ഇനി അതിനൊന്നും സംഭവിക്കാനില്ല. ഇനി രാഷ്ട്രീയപരമായിട്ട് BJP എമ്പുരാൻ സിനിമയ്ക്ക് വേണ്ടി ചർച്ച നടത്തണ്ട എന്നുള്ള തീരുമാനത്തിലോട്ട് എത്തി. കഴിഞ്ഞ ദിവസങ്ങളിലൊന്നും TV ചാനലുകളിൽ BJPയുടെ ആളുകളൊന്നും ചർച്ച ചെയ്തിട്ടില്ല. ആ വിഷയം അവിടെ അവർ അവസാനിപ്പിച്ചു. കഴിഞ്ഞ ദിവസം എനിക്കൊരു തൃശ്ശൂരോ എവിടെയോ ഉള്ള, കോഴിക്കോട് എവിടെയോ ഉള്ള ഒരു ഈ പാർട്ടി മെമ്പർ കേസ് കൊടുത്തതിനെതിരെ ഈ ആളിനെ ആ പാർട്ടിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്തു. അതാണ്. അപ്പൊ ഞാൻ പറഞ്ഞറിയാമോ, കൃത്യമായിട്ട് അത് സോൾവ് ചെയ്തിട്ടുണ്ട്. ഇനി അതിന്റെ ബിസിനസ്സാ. നമ്മൾ ഇപ്പൊ എന്ത് പറ്റുന്ന ഈ സിനിമ ആദ്യത്തെ സിനിമ കണ്ടിരുന്നോ? ഫസ്റ്റ് സിനിമ? സത്യം പറഞ്ഞാൽ ഞാൻ ഫസ്റ്റ് സിനിമ കണ്ടു. പക്ഷെ എനിക്ക് ഇതിന്റെ ഉള്ളിൽ നടക്കുന്ന പൊളിറ്റിക്സ് ഞാൻ ചിന്തിച്ചില്ല. എന്ന് പറഞ്ഞാൽ ഞാനതൊരു ആർട്ടായിട്ട് എടുത്തേ, സിനിമയായിട്ട് കണ്ടു. എനിക്കൊന്നും തോന്നില്ല. മേജർ രവിക്ക് തന്നെ പറ്റിയ ശരിയാണ്. എനിക്ക് ഒരു പക്ഷേ സിനിമ കണ്ട എല്ലാവർക്കും ഇത് പറ്റിയ, എവിടെയോ ആർക്കോ എന്തോ ഇതിനകത്ത് ഫീൽ ചെയ്തിട്ടുണ്ട്. അവിടെ മുതലാണ് ഈ വിഷയം സ്റ്റാർട്ട് ആവുന്നത്. എനിക്ക് തോന്നുന്നു മേജർ രവി ആണെങ്കിൽ ഈ പറയുന്ന ഇതിനോട് അനുഭവമായിട്ട് നിൽക്കുന്ന ഒരു വ്യക്തിയും കൂടിയാണ്. അദ്ദേഹത്തിന് പോലും ഈ സിനിമയുടെ അടുത്ത പൊളിറ്റിക്സ് ഫസ്റ്റ് സമയത്ത് തോന്നിയില്ല. എവിടെ നിന്നോ വന്നൊരു പ്രൊമോഷൻ അല്ലെങ്കിൽ എവിടെ നിന്നോ വന്നൊരു ഒരു വാർത്ത എനിക്ക് തോന്നുന്നു സിനിമേനെ മൊത്തത്തിൽ ഒരു പൊളിറ്റിക്സ് പരമായിട്ടും അല്ലെങ്കിൽ ഒരു ചേരി തിരിഞ്ഞ ഒരു ഇഷ്യൂലോട്ട് അത് കൺവേർട്ട് ചെയ്യപ്പെട്ടു. ഇപ്പം ലെഫ്റ്റ് റൈറ്റ് ലെഫ്റ്റ് എന്ന സിനിമ, ആ സിനിമ മുന്നോട്ട് വെക്കുന്ന ഒരു രാഷ്ട്രീയ പ്രമേയമുണ്ട്. അത് ആ സമയത്ത് ആ സിനിമയെ പ്രകീർത്തിക്കുന്ന ആൾക്കാരും ഇപ്പുറത്തെ പാർട്ടിക്കാരെ അവരുടെ കാര്യങ്ങൾ നെഗറ്റീവായിട്ടോ പോസിറ്റീവായിട്ടോ പറയുമ്പോൾ എന്തുകൊണ്ടാണ് ഈ വേർതിരിവുകൾ വരുന്നത്? ഒന്നാമത്തെ കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ അത് ഈ മുരളി ഗോപി തന്നെ പറഞ്ഞിട്ടുണ്ട്, മുരളി ഗോപിയാണ് ശരിക്കും പറഞ്ഞാൽ ഈ പറഞ്ഞൊരു ഒരു പ്രോപ്പർ ശാഖ എങ്ങനെ റൺ ചെയ്യുന്നെന്ന് ഒരു സിനിമയിൽ പുള്ളി തന്നെ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ അതിനുള്ള ധൈര്യം പുള്ളി കാണിക്കുന്നുണ്ട്. പക്ഷെ ഇപ്പുറത്ത് ഈ പറയുന്ന ആരുടെയോ അജണ്ട, ഇപ്പോൾ ഈ പറയുന്ന ഈ സിനിമയെ ഈ പൊളിറ്റിക്കലി സംസാരിച്ചുകൊണ്ട് തകർക്കാൻ ശ്രമിക്കാം എന്നൊരു അജണ്ട ഉണ്ടാവും എന്ന് അറിയത്തില്ല. കാരണം സിനിമയായിട്ട് കാണും. ദേശീയ തലത്തിൽ മുരളി ഗോപി എന്നും ഒരു പ്രാധാന്യം അർഹിക്കുന്ന വ്യക്തിയല്ല ഈ സിനിമയെ സംബന്ധിച്ച്. ഈ സിനിമയെ സംബന്ധിച്ചിട്ട് ലാലേട്ടനാണ് ഏറ്റവും അധികം പ്രാധാന്യം അർഹിക്കുന്ന ഒരു വ്യക്തി. ലെഫ്റ്റ് ഹാൻഡ് ചാനൽ പതിവ് വഹിക്കുന്നുണ്ട്, അതല്ല എല്ലാവരും അറിയപ്പെടുന്ന ഒരു നടനും കൂടിയാണ്. രണ്ടാമത് വരുന്നത് പൃഥ്വിരാജിനാണ്. അപ്പോൾ കൃത്യമായി ലാലേട്ടനിലാണ് ഇത് മുഴുവനും ഫോക്കസ് ചെയ്ത് ചോദ്യത്തിന് ഉത്തരം പറയേണ്ടതും ഒരു വിഷു ഉണ്ടാവുകയാണെങ്കിൽ മുഴുവനും ഒരു പക്ഷെ ഏറ്റവും അധികം ബാധിക്കുന്നത് ലാലേട്ടനെയായിരുന്നു. അതുകൊണ്ട് തന്നെയാണ്, അല്ലെങ്കിൽ ജുബിക്ക് തോന്നുന്നുണ്ടോ ലാലേട്ടനെ പോലെയുള്ള ഒരു മഹാനടൻ ഒരു ഖേദപ്രകടനം നടത്തേണ്ട ആവശ്യമുണ്ടെന്ന്? വേണമെങ്കിൽ പൃഥ്വിരാജിനെ നടത്താമായിരുന്നു. മനസ്സിലായോ? അപ്പോൾ മുരളി ഗോപിനെ സംബന്ധിച്ച് നമ്മൾ ചർച്ച ചെയ്യുമ്പോൾ മാത്രമേ ഉള്ളൂ. മുരളി ഗോപി സ്ക്രിപ്റ്റ് റൈറ്ററാണ്. ഒരു ദേശീയ തലത്തിലോട്ട് ഇതിൻ്റെ ഒരു പൊളിറ്റിക്സ് ഒക്കെ എടുത്ത് നോക്കുമ്പോൾ മുരളി ഗോപിക്ക് അത്രയും പ്രാധാന്യം ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. പ്രാധാന്യം ഇല്ലാന്നല്ല പറയുന്നത്, പക്ഷേ ലാലേട്ടനാണ് ഏറ്റവും കൂടുതൽ പ്രാധാന്യം. ഇതാണ്. ഇനി രണ്ടാമത്തെ കാര്യം, ഈ ഖേദപ്രകടനം നടത്താമെന്ന് പറയുന്നില്ലേ, ഇത് മലയാള സിനിമയിലെ ആദ്യത്തെ വട്ടമൊന്നുമല്ല.
രാഷ്ട്രീയ പാർട്ടിക്കാരെ കളിയാക്കുന്നതും രാഷ്ട്രീയ ആളുകളെ കളിയാക്കുന്നതും ഒരുപാട് സിനിമകൾ വന്നിട്ടുണ്ട്. ലാലേട്ടൻ്റെ എത്ര സിനിമകൾ വന്നിട്ടുണ്ട്, ഏതാ പാർട്ടിക്കാർക്കൊക്കെ എതിരെ വന്നിട്ടുണ്ട്, ഡബിൾ മീനിങ് വന്നിട്ടുണ്ടല്ലോ. അവിടെ ഒന്നും ഈ പറഞ്ഞ ഖേദപ്രകടനം നടത്തിയിട്ടില്ല. ഇനി സ്ത്രീകൾക്കെതിരെ വല്ല പരാമർശം വന്നിട്ടില്ലേ? എന്തോരം വന്നിട്ടുണ്ട്, അവിടെ ഒന്നും നടത്തില്ല. അപ്പൊ ഇത് കൃത്യമായി ഒരു എന്താ പറയാ, ഒരു രക്ഷപ്പെടാൻ അല്ലെങ്കിൽ ഈ സിനിമ മുന്നോട്ട് പോകണം. കാരണം സിനിമ എവിടെയെങ്കിലും റദ്ദ് ചെയ്യപ്പെട്ടാൽ ഉണ്ടാകുന്ന ഒരു ഡാമേജ് ഭീകരമായിരിക്കും. അതിനെ കൃത്യമായിട്ട് സോൾവ് ചെയ്തിട്ടുണ്ട്. അല്ല നമ്മൾ പറയുന്നത് ഒരു പുകിലും ഈ സിനിമയുടെ ഭാഗത്ത് നിന്ന് സംഭവിക്കാൻ പോകുന്നില്ല. അവർ കൃത്യമായി അത് ടാക്കിൾ ചെയ്തു. റോജി പറഞ്ഞില്ല നേരത്തെ, റോജി കണ്ടപ്പോൾ റോജിക്ക് അങ്ങനെ ഒരു ഫീൽ ഉണ്ടായില്ല എന്നാണ്. കാരണം റോജി കാണുന്ന സിനിമയായിട്ടാണ് കാണുന്നത്. ഇപ്പോൾ എനിക്ക് കാണുമ്പോൾ ഞാൻ ഇതിനൊരു രാഷ്ട്രീയ പശ്ചാത്തലത്തിൽ ഞാൻ ചിന്തിച്ച് ഞാനൊരു ഒരു 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 കഥ മെനയുകയാണെങ്കിൽ എനിക്ക് ചോദ്യം ചെയ്യാം. പക്ഷെ അപ്പം ആര് ചോദ്യം ചെയ്യുന്നുള്ള കാര്യത്തിൽ ഇപ്പം മോസ്റ്റ് വയലൻറ്റ് സിനിമ എന്ന് പറഞ്ഞ സിനിമ ഇറങ്ങുകയും ആ സിനിമയ്ക്കകത്ത് കാണിക്കുന്ന കാര്യങ്ങളും പ്ലസ് ഇതുമായിട്ട് കമ്പയർ ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ ഇതിനകത്ത് ഈ പറഞ്ഞ വയലൻസോ ഈ സ്ത്രീകളുടെ നേരത്തിലുള്ള സംഭവങ്ങളോ ഒന്നുമില്ല. ഈ പറയുന്ന കാര്യങ്ങൾക്കകത്ത് എന്തുകൊണ്ടാണ് ഈ ഒരു വിഷയം നടക്കുന്നത്? കാരണം അവിടെ ഒരു വിഷയം ഉണ്ടാകണം. ഇപ്പം നമ്മളിപ്പം പറയുമ്പോൾ ഒരു കാര്യമുണ്ട്, കഥ ഇപ്പം ഈ പോയിന്റ് ഓഫ് വ്യൂവിൽ സംസാരിക്കുകയാണെങ്കിൽ, ഈ രാഷ്ട്രീയ പോയിന്റ് ഓഫ് വ്യൂവിൽ സംസാരിക്കുകയാണെങ്കിൽ കഥയിൽ ഈ പറയുന്ന ചോദ്യ ഉത്തരങ്ങളും ഉണ്ടാവും. കാരണം ഈ പറയുന്ന രീതിയിൽ തന്നെ ആണോ, എന്തുകൊണ്ടാണ് ഈ പറയുന്ന ഒരു കലാപം ഉണ്ടായെങ്കിൽ ആ കലാപത്തിൻ്റെ ഉണ്ടാകാനുള്ള കാരണത്തെ പറ്റി കൂടെ ഇവർ സംസാരിക്കണം. അത് സംസാരിച്ചിട്ടില്ല. അതിന് മുമ്പ് അത് നടന്നതിനെ പറ്റിയാണ് സംസാരിക്കുന്നത്. അപ്പോൾ ചോദ്യം ചെയ്യുന്ന ഒരു പാർട്ടിക്കാരനെ മാത്രമാണ്. അപ്പം ഇതാണ് ഇവിടെ ആൾക്കാരെ ചൊടിപ്പിക്കുന്ന കാര്യം. ഒന്ന് വേറെ തിരിച്ചൊന്ന് ആലോചിച്ച് നോക്കി. മറ്റേ തിലകൻ പറഞ്ഞത് നീ ഇങ്ങനെ ഒന്ന് ആലോചിച്ച് നോക്കി, ഒന്ന് ആലോചിച്ച് നോക്കി. ഈ പടത്തിന് കിട്ടിയ ബൂസ്റ്റ് ആഫ്റ്റർ ഈ ഇഷ്യൂ ഭീകരമാണ് അല്ലേ? ഇപ്പോഴും ടിക്കറ്റ് കിട്ടാനില്ല. സ്വാതന്ത്ര്യം കിട്ടി ഇത്രയും വർഷമായിട്ട് നമ്മൾ ഇന്ത്യ എന്ന് പറഞ്ഞൊരു രാജ്യത്തിന് വേണ്ടി നമ്മൾ സംസാരിക്കുമ്പോഴും ഇപ്പോഴും നമ്മുടെ രാജ്യത്ത് മതം വിട്ടുപോയിട്ടില്ല എന്നുള്ളൊരു എന്താ പറയാ, നമുക്കിത് വിശ്വസിക്കാൻ പറ്റില്ല. നമ്മളിപ്പോഴും പല കാര്യങ്ങളും സിനിമകളിലാണെങ്കിലും മറ്റു പല കാര്യങ്ങളിലാണെങ്കിലും മതം വളരെ ഇമ്പോർട്ടൻ്റാണ്. എനിക്ക് തോന്നുന്നു മുസ്ലിം മതത്തിനെ കൃത്യമായി ബാക്കി രണ്ട് മതങ്ങളും ഭയപ്പെടുന്നുണ്ട്. എനിക്ക് തോന്നിയ കാര്യമാണ്. അതുകൊണ്ട് തന്നെ BJP എന്ന് പറയുന്നത് ഇന്ന് ഇന്ത്യയിൽ ക്രിസ്ത്യൻസിൻ്റെ സപ്പോർട്ട് ഭീകരമായിട്ട് നിൽക്കുന്ന കാര്യമാണ്. ക്രിസ്ത്യൻസിന് ഒറ്റയ്ക്ക് നിൽക്കാൻ പറ്റില്ല എന്നുള്ള തോന്നൽ എവിടെയോ വന്നിട്ടുണ്ട്. ഇപ്പോൾ ഈ പള്ളിയിലെ അച്ഛന്മാരുടെയും പല അഭിപ്രായങ്ങളും കേൾക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുന്ന കാര്യമാണ്. അതായത് മുസ്ലിം സെപ്പറേറ്റും ഹിന്ദുക്കളും ക്രിസ്ത്യൻസും ഇപ്പോൾ ഒന്നായി. മനസ്സിലായോ? എവിടെയോ ഭയപ്പെടുന്നുണ്ട്. ഒന്നെങ്കിൽ എനിക്ക് ആളുകളുടെ ഇടയിൽ ഇത്രത്തോളം ഒരു വലിയൊരു വ്യത്യാസം ഉണ്ടെന്ന് തോന്നുന്നില്ല. ഇപ്പം നമ്മുടെ ഇടയിൽ ഏതെങ്കിലും ഒരു അന്യ ജാതിക്കാരനോ മതക്കാരനോ വന്നാലൊന്നും ഇങ്ങനൊരു വേർതിരിവ് എനിക്ക് തോന്നുന്നില്ല. പക്ഷെ എവിടെയോ നല്ല രീതിയിൽ ഒരു കുത്തിത്തിരിപ്പ്, അതായത് ഇന്ത്യ എന്ന് പറഞ്ഞ രാജ്യത്തിൻ്റെ കീഴിൽ നമ്മൾ വരേണ്ടതിന് പകരം മതപരമായി വന്നു. ആ മതപരമായി വന്നതുകൊണ്ടാണ് ഈ സിനിമയുടെ അകത്ത് കത്രികയൊക്കെ ഉണ്ടെന്ന് ആർക്കൊക്കെയോ വ്രണപ്പെട്ടു. ഇവിടെ നടന്നൊരു സംഭവം പോലുമല്ല, നമ്മുടെ ലാംഗ്വേജ് ആയിട്ടൊന്നും ഒരു ബന്ധവുമില്ല. ഗുജറാത്തിൽ നടന്നൊരു സംഭവമാണ്. പക്ഷേ അതിൻ്റെ ഫീലിങ്സ് ഇവിടെ നിന്ന് മതപരമായിട്ടാണ് പുറത്തു വരുന്നത്. മനസ്സിലായോ? ഇപ്പോൾ പല സിനിമകളിലും നമ്മൾ ഇതിനു മുമ്പ് കണ്ടിട്ടുണ്ട്. അന്നൊന്നും ഈ ഖേദപ്രകടനം കണ്ടിട്ടില്ല. ക്രിസ്ത്യൻസിനെ കളിയാക്കുന്ന എത്ര സിനിമകൾ ഉണ്ടായിട്ടുണ്ട്, മനസ്സിലായോ? ഒരുപാട് സിനിമകൾ ഉണ്ടായിട്ടുണ്ട്. ഈ പള്ളിയിൽ അച്ഛന്മാരെ കളിയാക്കുന്ന, കന്യാസ്ത്രീ കളിയാക്കുന്ന, ഹിന്ദുക്കളെ കളിയാക്കുന്ന സിനിമകൾ ഉണ്ടായിട്ടുണ്ട്. ഹോളിവുഡ് എന്ന സിനിമ ഇവിടെ അതെ. ഈ പറയുന്നത് എനിക്ക് തോന്നുന്നു കുറച്ചുകൂടി കുറവായിട്ടുള്ളത് മുസ്ലിം കമ്മ്യൂണിറ്റിനെ അങ്ങനെ കളിയാക്കുന്ന സിനിമകൾ ഞാൻ കണ്ടിട്ടില്ല, അധികം ഞാൻ കണ്ടിട്ടില്ല. അല്ല, പക്ഷെ അതിനകത്ത് കൂടുതലും പറയുന്നത് ഈ പറഞ്ഞ ടെററിസം ഈസ് ഈക്വൽ ടു എന്ന് പറയുന്ന ഒരു സെറ്റപ്പിലേക്ക് മാത്രമാണ് അതെ. വരുന്നത്. അപ്പോഴും അത് ഡബിൾ മീനിങ് വെച്ച് അടിക്കുന്നത്, ഡയറക്റ്റ് അല്ല പോകുന്നത്. പക്ഷെ മറ്റേത് ഡയറക്റ്റ് ആയിട്ട് തന്നെ പോകുന്നുണ്ട്. അപ്പോൾ ഇവിടെ നമ്മൾ ഈ മതം വിടുന്ന സമയമൊക്കെ അതിക്രമിച്ച്, ഇല്ലെങ്കിൽ നമ്മുടെ തോളത്ത് കൈയിട്ട് നടക്കുന്ന ആളുകളെ നമ്മൾ മതപരമായി കാണേണ്ടി വരും. അത് ഭയങ്കര അപകടം സൃഷ്ടിക്കും. സിനിമ എന്ന് വേണ്ട, ഇനി എന്തൊരു കാര്യമാണെങ്കിലും, അതൊരു പുസ്തകമാണെങ്കിലും സിനിമയാണെങ്കിലും നാടകമാണെങ്കിലും, നാളെ ഒരിക്കലും ലാലേട്ടന് ഈ അവസ്ഥ വന്നിട്ടുണ്ടെങ്കിൽ, ഈ ഗതിയിലോട്ട് ലാലേട്ടൻ എത്തിയിട്ടുണ്ടെങ്കിൽ എനിക്ക് വിശ്വസിക്കാൻ പറ്റില്ല. എനിക്കെന്നല്ല, കേരളത്തിൽ 90% ആളുകൾക്കും ലാലേട്ടൻ ഒരിക്കലും ക്ഷമാപണം നടത്തുന്നു അല്ലെങ്കിൽ ഒരു എന്താ പറയുക വേദനിച്ചു നിങ്ങളുടെ വേദനയിൽ ഞാൻ പങ്കുചേരുന്നു പറയുമെന്ന് എനിക്ക് തോന്നുന്നില്ല. പക്ഷെ അതിനകത്തൊരു കാര്യമുണ്ട്. ഇപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കിയേ, ഇപ്പം ലാലേട്ടനെ പോലൊരാൾ അത് ഖേദപ്രകടനം നടത്തണമെങ്കിൽ അത് ഒന്ന് ആലോചിച്ച് നോക്കിയേ, പുള്ളി ഈ പറഞ്ഞ പോലെ ആർക്കെങ്കിലും ഇത് കണ്ടിട്ടൊരു വിഷമം തോന്നിയിട്ടുണ്ടെങ്കിൽ, ആരെങ്കിലും ഉണ്ടാക്കുന്ന വിഷയമായിരിക്കും, പക്ഷെ ജെന്യൂനായിട്ട് ഒരാൾക്ക് ഇത് തോന്നിയിട്ടുണ്ടെങ്കിൽ അതിൽ എൻ്റെ ഭാഗത്തു നിന്ന് ഞാൻ സോറി. കാരണം മോഹൻലാലിന് ലാലേട്ടന് അറിയാത്ത ഒരു പ്ലോട്ടും ആ ഒരു ഡയലോഗും ആ സിനിമയ്ക്കകത്ത് ഉണ്ടാകാൻ പാടില്ല. കാരണം ഈ പറഞ്ഞ പോലെ മെയിൻ നായകൻ അദ്ദേഹമാണ്, സീനിയർ ആക്ടറാണ്. അപ്പോൾ എന്ത് കാര്യങ്ങളുണ്ടെങ്കിലും ലാലേട്ടനോട് ചോദിക്കാതെ പ്രത്യേകിച്ച് ഇൻക്ലൂഡ് ചെയ്യത്തുമില്ല. അപ്പം അത് സോൾവ് ചെയ്യാനുള്ള പരിശ്രമം കൂടെ ലാലേട്ടൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നുണ്ടെന്നുള്ള കാര്യം പറയപ്പെടേണ്ടതാണ്. ഈ പറയുന്ന കാര്യത്തിൽ നമ്മളിപ്പം എപ്പോഴും ചിന്തിക്കുമ്പോൾ ഉണ്ടല്ലോ, നമ്മളെല്ലാം പറയുന്നത് ഒരു വിഷയം ഉണ്ടാകുമ്പോൾ ആ വിഷയത്തെ സംബന്ധിച്ചുള്ള കാര്യങ്ങൾ സംസാരിക്കുന്നു. പക്ഷേ ഇതിനകത്ത്
കറക്റ്റ് എന്താണ് ഇതിന്റെ സത്യമെന്ന് പൊതുവെ ആൾക്കാർക്ക് ഇപ്പം നമുക്ക് പറയുമ്പോൾ വേണമെങ്കിൽ പറയാം ഇതൊരു ചീപ്പ് സ്ട്രാറ്റജിയാണ്, അതാണ് ഇത് ജുബി. വേണമെങ്കിൽ പറയാം ഇത് എന്താ പറയുക, വേറെ വേറെ ആരുടെങ്കിലും അജണ്ടയാണ്. എന്താണ്? എനിക്ക് തോന്നുന്നില്ല മുരളി ഗോപി ആണെങ്കിലും പൃഥ്വിരാജ് ആണെങ്കിലും ലാലേട്ടനാണെങ്കിലും ഇത് ഈ ലെവലിലിട്ട് ഈ ലെവലിലോട്ട് അവസ്ഥ എത്തുന്നു തോന്നുന്നില്ല. ഇതൊരു പക്ഷേ പൃഥ്വിരാജ് ഇത് എങ്ങനെങ്കിലും ഒന്ന് ചിന്തിച്ചെങ്കിൽ പൃഥ്വിരാജ് റിസ്ക് എടുക്കില്ല. എന്തിനാ റിസ്ക് എടുക്കണം? ഇത്രയും പൈസ കോടി 200 സംതിങ് കോടി രൂപ മുടക്കി പിടിച്ചിരിക്കുന്ന സിനിമയിൽ, അതും BJP കേന്ദ്രത്തിൽ അധികാരത്തിൽ ഇരിക്കുന്ന സമയത്ത് ഈ പരിപാടി നടക്കില്ല എന്ന് കൃത്യം അറിയാം. മനസ്സിലായോ? അപ്പോൾ അതുകൊണ്ട് ഇവർ അറിഞ്ഞുകൊണ്ട് ചെയ്താൽ എനിക്ക് തോന്നുന്നില്ല. പക്ഷേ കൃത്യമായിട്ട് സിനിമ ഇറങ്ങി ഒരു ദിവസം 2 ദിവസത്തിനുള്ളിൽ ഇതിന്റെ ഒരു ഡയമെൻഷൻ മാറി തുടങ്ങി. രണ്ടാമത്തെ കാര്യം, ഇന്നലെ മുതൽ സിനിമ റീ എഡിറ്റ് ചെയ്ത് 24 കട്ട് വെട്ടിയ സിനിമ വന്നു തുടങ്ങി. അപ്പോൾ ആദ്യം കട്ടായി പോയ കുറച്ച് ക്ലിപ്സ് ഉണ്ടല്ലോ, അത് ഇപ്പോൾ പല മതപരമായ ഗ്രൂപ്പുകളിലും വ്യാപിക്കുന്നുണ്ട്. RSSന്റെ ക്രൂര കൃത്യങ്ങൾ, RSS മറ്റേ ഗർഭിണിയെ ചവിട്ടി വീഴ്ത്തുന്നു, RSSകാർ ഇങ്ങനെയാണ്. അപ്പോൾ സംഭവിച്ചെന്താണെന്ന് പറഞ്ഞാൽ ആ സിനിമയിൽ കൃത്യമായിട്ട് ഈ പറയുന്ന RSSനോ BJPക്കോ എതിരെ ഉപയോഗിക്കാൻ പറ്റുന്ന വിഷ്വൽസ് അതിനകത്ത് ഉണ്ടായിപ്പോയി. അതാ, അല്ലെങ്കിൽ പിന്നെ ഇങ്ങനെ കട്ട് ചെയ്ത വിഷ്വൽസ് ഇപ്പോൾ ഭയങ്കര റീച്ചാ. ഈ വിഷ്വൽസാണ് കട്ട് ചെയ്തത്. ഇപ്പോൾ എനിക്കും രണ്ടാമത് എമ്പുരാൻ കാണുന്നത് ഭയങ്കര ആഗ്രഹമുണ്ട്. കാരണം ആദ്യം കണ്ടപ്പോൾ ഉണ്ടായിരുന്ന മാറ്റം എന്താണെന്ന് എനിക്ക് അറിയണമെന്നുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് തോന്നുന്നില്ല അവരുടെ ഭാഗത്തുനിന്ന് അവരങ്ങനെ ഉദ്ദേശിച്ച് ചെയ്താണെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. പക്ഷേ വന്നു കഴിഞ്ഞപ്പോൾ ആളുകൾക്ക് അത് കൃത്യമായിട്ട് ഏതെങ്കിലും ഒരു മതവിഭാഗക്കാരെയോ അല്ലെങ്കിൽ ഏതെങ്കിലും സംഘടനയെ കൃത്യമായി കരിവാരിത്തേക്കാൻ പറ്റുന്ന കണ്ടന്റ് അതിൻ്റെ അകത്ത് അറിഞ്ഞോ അറിയാതെ ഉൾപ്പെട്ടിട്ടുണ്ട്. അറിഞ്ഞ് ഉൾപ്പെടുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം അത് ഭയങ്കര റിസ്ക്കാണ് അറിഞ്ഞ് ഉൾപ്പെടുത്താന്ന് പറഞ്ഞാൽ.